പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ജനവികാരം LDFന് എതിരല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മോദിയെ എങ്ങനെയും അധികാരത്തിൽ നിന്ന് നീക്കണമെന്ന ജനവികാരമുണ്ടായി. UDFന് 6 ലക്ഷം വോട്ട് കുറഞ്ഞു. തൃശൂരിലെ BJP വിജയം ഗൗരവമായി കാണണമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയം സംബന്ധിച്ച് UDF ഉന്നയിച്ച വിമർശനത്തിന് മുഖ്യമന്ത്രി നിയമസഭയിലാണ് മറുപടി നൽകിയത്. BJP അധികാരത്തിൽ നിന്ന് പോകണം, മോദി എങ്ങനെയും അധികാരത്തിൽ നിന്ന് ഒഴിയണം, ഈ വികാരം തീവ്രമായിട്ടുള്ളതാണ്. അവർക്ക് ഇടതുപക്ഷത്തോടൊരു വിരോധമില്ല കേട്ടോ, അതാദ്യം മനസ്സിലാക്കിക്കൊള്ളണം. ഇടതുപക്ഷത്തോടുള്ള വിരോധത്തിന്റെ ഭാഗമായി അവരിവിടെ ഒരു നിലപാട് സ്വീകരിക്കുകയല്ല. നിങ്ങളത് നിങ്ങളുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഞങ്ങൾക്കെതിരായ ഒരു വികാരമാണ് ഉയർന്നു വന്നതെന്നാണ് ചിന്തിക്കുന്നത്. ഞങ്ങൾക്കെതിരായല്ല, BJPയെയും മോദിയെയും പരാജയപ്പെടുത്തുക, ഭരണത്തിൽ നിന്ന് ഒഴിവാക്കുക, അതിന് കോൺഗ്രസ് അടക്കമുള്ള സംവിധാനമാണ് രാജ്യത്ത് നല്ലത് എന്ന ചിന്ത അവർക്കുണ്ടാകുന്നു. ഇതാണ് ഉണ്ടായത്. UDF വിജയിച്ചിട്ടും 6 ലക്ഷം വോട്ട് കുറഞ്ഞു. 2019 LDFന് 71,56,000 വോട്ടാണ് ലഭിച്ചത്. ഞങ്ങൾക്ക് ഇപ്പോൾ 66,64,000 വോട്ടാണ് ലഭിച്ചത്. അപ്പോൾ 4,92,000 കുറവ് ഉണ്ടായി എന്നതാണ് വസ്തുത. ഈ എല്ലാ ആനുകൂല്യവും കിട്ടിയ നിങ്ങളുടെ സ്ഥിതിയോ ആലോചിക്കാൻ പറയുകയാണ് ഞാൻ. 2019 96,29,000 വോട്ടാണ് നിങ്ങൾക്ക് ലഭിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് 90,17,000 വോട്ടാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ 6,11,000 വോട്ടിൻ്റെ കുറവ്. അപ്പോൾ 4,92,000 കുറഞ്ഞ ഞങ്ങൾ, 6,11,000 കുറഞ്ഞ നിങ്ങൾ. ആരുടെ കുറവാണ് വലുത്? തൃശൂരിലെ BJP വിജയം ഗൗരവമായി കാണണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞങ്ങളും നിങ്ങളും ഗൗരവമായി കാണേണ്ട കാര്യം എങ്ങനെ BJP ഇവിടെ ഒരു മണ്ഡലത്തിൽ ജയിച്ചു വന്നു എന്നുള്ളതാണ്. അത് ഗൗരവമായിട്ട് തന്നെ കാണും. ഇവിടെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം UDFനോടൊപ്പം മറ്റെല്ലാ സ്ഥലത്തും നിന്ന ചില ശക്തികളുടെ മേധാവികളെ മറ്റു തരത്തിൽ കൂടെ നിർത്താൻ അവർക്ക് സാധിച്ചു. LDFന്റെ പരാജയ കാരണം പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. ആ പരാജയപ്പെടാനിടയായ കാരണങ്ങൾ ഞങ്ങൾ വിശദമായി പരിശോധിക്കും. ആ പരിശോധിച്ച് തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തുകയും ചെയ്യും. അതൊക്കെ ഞങ്ങൾ സാധാരണഗതിയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടിയാണ്. പക്ഷേ ഈ പരാജയം ആത്യന്തികമായൊരു പരാജയമായിട്ട് ഞങ്ങൾ കാണുന്നേയില്ല. നേരത്തെ പറഞ്ഞ ഘടകങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട, നല്ല രീതിയിൽ തന്നെ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ പിന്തുണയോടെ ഞങ്ങൾ വീണ്ടും ഉണ്ടാകും എന്ന് മാത്രമാണ് പറയാനുള്ളത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.